രാജ്യതലസ്ഥാനം വലിയ ജനാധിപത്യ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാര്യമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ല. തീരെ ഇല്ല എന്നതല്ല അർത്ഥം. 2014 മോദി വന്നതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകിടം മറിച്ചുകൊണ്ടുള്ള നോട്ട് നിരോധം അടക്കം വലിയ തോതിൽ രാജ്യത്ത് മതവിദ്വേഷം പടർത്തുക, കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തുക തുടങ്ങി പലതും സർക്കാർ സ്പോൺസേഡായി നടപ്പിലാക്കിയിട്ടുണ്ട്. നിരവധി പേരെ, ഗൗരി ലങ്കേഷ് അടക്കം നിരവധി സാമൂഹ്യ പ്രവർത്തകരെ വധിച്ചിട്ടുണ്ട്. പശുവിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നിരവധി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. തീരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല അർത്ഥം. ഇപ്പോൾ 2014 ശേഷം നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലൊന്നാണ് രോഹിത് വെമുല ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിൽ പ്രതിഷേധിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭം. അതിനെ സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം നടന്നിട്ടുള്ള വേറെയും പ്രക്ഷോഭങ്ങളുണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ട്. രാജ്യത്തെ കാവ്യവൽക്കരണത്തിനെതിരെ മിക്കവാറും വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങളാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെയൊക്കെ ഭീകരമുദ്ര ചാർത്തിയും പാകിസ്ഥാൻ അനുകൂലമെന്നൊക്കെ വാദിച്ചുകൊണ്ട് അടിച്ചമർത്തുകയാണ് ചെയ്തത്. 2019 നടന്നിട്ടുള്ള പൗരത്വ പ്രക്ഷോഭമാണ് രാജ്യം കണ്ട ഒരുപക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം, അതിനുശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം എന്ന് പറയാവുന്നത്. ആ പ്രക്ഷോഭം കോവിഡ് വന്നതിന് ശേഷം അസ്ഥിരപ്പെടുകയും പിന്നീട് അതിന് ബീജാപാപം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇന്നും പല ആളുകളും ജയിലിൽ കിടക്കുകയാണ്. ഉമർ ഖാലിദ് അടക്കം പല ആളുകളും ജയിലിൽ കിടക്കുകയാണ്. നിരവധി പേരുകൾ ജാമ്യം കിട്ടി വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന, വിചാരണ നടക്കാതെയുമൊക്കെ നിൽക്കുന്ന തരത്തിൽ വിദ്യാർത്ഥി നേതാക്കൾ കേസുകളിൽപ്പെട്ട് കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയാണ്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഏറെ ദുർബലപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം മീഡിയകൾ ഈ സമരങ്ങളെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗോദി മീഡിയ എന്നാണ് ഇപ്പോൾ മീഡിയകളൊക്കെ അറിയപ്പെടുന്നത്. ഗോദി ഹിന്ദിയിൽ എന്ന് പറഞ്ഞാൽ മടിയിലുള്ള മീഡിയകൾ. ഗോദ് എന്ന് പറഞ്ഞാൽ മടി എന്നാണ് ഹിന്ദിയിൽ അർത്ഥം, മടിത്തട്ട് എന്നാണ്. അപ്പം മടിത്തട്ടിലുള്ള ഭരണകൂടത്തിൻ്റെ മടിത്തട്ടിലാണ് മീഡിയകൾ. ഭരണകൂടത്തിൻ്റെ കളിപ്പാവകൾ മാത്രമായി മീഡിയകൾ മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ കാണാത്തൊരു കാര്യമാണ്. എപ്പോഴും ഭരണകൂടങ്ങളെ വിമർശിക്കുന്നതിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും മീഡിയകൾ സെൻസർഷിപ്പിന് വിധേയമായിട്ട് പോലും നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിൻ്റെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന മീഡിയകളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് ചരിത്രവസ്തുതയാണ്. പക്ഷേ 2014 ശേഷം അതല്ല കാണുന്നത്. ഭരണകൂടത്തിനെ സ്തുതിപാടുന്ന ഒന്നാണ്. ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ ശിങ്കിടികളുടെയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുടെയും മതവിദ്വേഷ പ്രവർത്തനങ്ങളുടെയും വംശീയ പ്രവർത്തനങ്ങൾക്കും സ്തുതി പാടുക എന്നതാണ് മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വ്യത്യസ്തമായി ഈ രാജ്യത്ത് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭം വളരെ പ്രസക്തമാവുകയാണ്. അതിലൊന്ന് CJP എന്ന് പറയുന്ന ഒരു സംഘടന രൂപവൽക്കരിക്കപ്പെടുന്നു. അതൊരു സംഘടന എന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു ഫോർമേഷനാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു മോക്ക് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ നിലയിൽ ഒരു രാഷ്ട്രീയ സംഘടനയാണോ സാമൂഹ്യ സംഘടനയാണോ എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. ഇതിൻ്റെ ഒന്നും അല്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം ഇത് ആരാണ് ഇത് രൂപീകരിച്ചതെന്നത് വലിയ ചോദ്യമാണ്. ഇത് രൂപീകരിച്ചത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് 2014 ശേഷം ഇന്ത്യ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയാത്ത രാജ്യമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കരിയർ രംഗത്ത് ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊരു രാജ്യമല്ല ഇന്ത്യ എന്നത്. ഇന്ത്യയിൽ വലിയ തോതിൽ വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, വിദ്യാർത്ഥികൾ മാത്രമല്ല കൂട്ടത്തോടുകൂടി പൗരന്മാർ വിദേശത്തെ പൗരത്വം എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് പോകുന്നത് എന്നത് ഇതിനകത്ത് പ്രധാനമായി നോട്ട് ചെയ്യപ്പെടേണ്ടുന്നൊരു കാര്യമാണ്. ഹിന്ദുത്വ ഇടത്തൊട്ടിലാണല്ലോ ഗുജറാത്ത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്. നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള എൻട്രൻസ് എക്സാമുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളുടെ ഒരു കരിയറിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായി വെക്കുന്ന ഒന്നാണ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ആ നീറ്റ് പരീക്ഷയിലെ വൻ ക്രമക്കേടുകൾ കഴിഞ്ഞ കുറച്ച് കാലമായി ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നുണ്ട്. ആ ക്രമക്കേടുകളെ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ളൊരു പൊട്ടിത്തെറിയാണ് യഥാർത്ഥത്തിൽ CJPയുടെ രൂപീകരണത്തിലേക്ക് എത്തിയത്. അവർ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ആരംഭിച്ചു. അതുപോലെ തന്നെ കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു സമര പോരാളിയായ സോനം വാങ്ചുക്ക്, അദ്ദേഹം ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരാഹാരം ഡൽഹിയിൽ ആരംഭിച്ചു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രക്ഷോഭം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രക്ഷോഭം അതിശക്തമായി പടരുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റിന് ശേഷം പ്രക്ഷോഭം വളരെ ശക്തമായി, CJPയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം വളരെ ശക്തമായി പടരുകയും അതിനെതിരെ പോലീസ് വളരെ ഭീകരമായി
ഡൽഹിയിലെ പോലീസ് അതിഭീകരമായി ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമരത്തിൽ പങ്കെടുത്തിരുന്ന വിദ്യാർത്ഥികളുടെ ഇപ്പോൾ പൗരത്വ പ്രക്ഷോഭത്തിൽ അതുപോലെ തന്നെ രോഹിത് വെമുല പ്രക്ഷോഭത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി BJPയുടെ വോട്ട് ബേസിനെതിരെയുള്ള കൃത്യമായ മതേതര പക്ഷത്തുള്ള മൈനോറിറ്റികൾ, ദളിതർ തുടങ്ങിയ ആളുകൾ നടത്തുന്ന പ്രക്ഷോഭമാണ്. പക്ഷേ ഈ CJPയിലെ അണിനിരക്കുന്നവർ അങ്ങനെയല്ല. BJPയുടെ ബേസ് വോട്ട് ബാങ്കുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവർ കൂടിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടരെക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള സാമൂഹ്യമായിട്ടുള്ള ആക്രമണമായിട്ടാണ് പോലീസിൻ്റെ അതിക്രമത്തെ കഴിഞ്ഞ 2 ദിവസമായി ഡൽഹി നടക്കുന്ന പോലീസ് അതിക്രമത്തെ ഇന്ത്യ രാജ്യം കാണുന്നത്. അവിടേക്കാണ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ എൻട്രി. എന്ന് മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലുള്ള സമരം. അത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത് പവിത്രമായ ഒരിടമൊന്നുമല്ല. ജനാധിപത്യത്തിൽ സമരം ചെയ്യേണ്ടുന്ന ഒരിടം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതി. നരേന്ദ്രമോദിയുടെ കുടുംബ വീട്ടിലേക്കല്ല മാർച്ച് നടത്തിയത്, ഔദ്യോഗിക വസതിയിലേക്കാണ്. അപ്പോൾ ആ ഭാഗത്ത് നടത്തിയിട്ടുള്ള പ്രക്ഷോഭം, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം, അതിനെതിരെ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്, രാഹുൽ ഗാന്ധി അടക്കം വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത്, മണിക്കൂറുകളോളം ഡീറ്റെയിൻ ചെയ്ത് വെക്കുന്നത്, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, ഇതൊരു രാജ്യത്തെ ഒരു സിവിൽ മൂവ്മെൻറ്റിൻ്റെ തുടക്കമായി നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. ഇനി എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നത് ഇനി അതിൻ്റെ ഭാവിയൊക്കെ കണ്ടറിയണം. പക്ഷേ അതേസമയം കഴിഞ്ഞ 2014 ശേഷം രാജ്യത്ത് ഇല്ലാത്ത വണ്ണമുള്ള ഒരു സിവിൽ മൂവ്മെൻറ്റ് രൂപപ്പെടുകയാണ്. ഇതിനു മുമ്പ് രാജ്യത്ത് അങ്ങനെ ഒരു വലിയ സിവിൽ മൂവ്മെൻറ്റ് രൂപപ്പെട്ടിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്ത് പിന്നീട് അത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി മാറുകയും ആ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് രാജ്യത്തിൻ്റെ ഭരണ മാറ്റത്തിന് ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. അതൊരു സിവിൽ മൂവ്മെൻറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സിവിൽ മൂവ്മെൻറ്റിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഭരണം മാറ്റത്തിന് കഴിഞ്ഞില്ല. എങ്കിൽ പോലും വലിയ തിരിച്ചടി ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചടി ഭരണകൂടത്തിന് ലഭിച്ചപ്പോൾ ഭരണകൂടം ചെയ്തൊരു കാര്യം, പ്രത്യേകിച്ച് BJP ചെയ്യുന്നൊരു കാര്യം, മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ പിളർപ്പുണ്ടാക്കി തങ്ങളുടെ ലോക്സഭയിൽ വന്നിട്ടുള്ള സീറ്റുകളുടെ കുറവിനെ പരിഹരിക്കാനുള്ള നീക്കം നടത്തി മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കി, തങ്ങളുടെ കീഴിലാക്കി മുന്നോട്ട് പോകുന്ന, അതിൻ്റെ വിശ്വാസ്യത തന്നെ തകർത്ത് മുന്നോട്ട് പോകുന്ന സമയം, കോടതിയിൽ പോലും ജനങ്ങൾക്ക് വിശ്വാസ്യത ഇല്ലാത്തൊരു സമയത്താണ് ഈ CJPയുടെ പ്രക്ഷോഭം വരുന്നത്. ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ പ്രതിപക്ഷത്തിന് വലിയൊരു ഊർജ്ജമായി സമരം മാറിയെന്നതാണ്. സാധാരണഗതിയിൽ സിവിൽ മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് പ്ലാൻഡ് ആയിട്ടല്ല, ലോകത്ത് ഒരിടത്തും സിവിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇതും അങ്ങനെയാണ്. ഈ സിവിൽ മൂവ്മെൻറ്റ് എങ്ങനെ ഒരു സമരമായി കാണേണ്ടത്. ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ഈ ഗോദി മീഡിയകളുടെ സമീപനം കൂടിയാണ്. ഗോദി മീഡിയകൾ കഴിഞ്ഞ കുറച്ച് കാലമായി മോഡി സർക്കാരിൻ്റെ സ്തുതി പാഠകർ മാത്രമായി മാറിയിരിക്കുന്നൊരു സമയത്ത് ഈ സമരത്തെ ഗോദി മീഡിയകളും ഒരുവിധം കവറെങ്കിലും ചെയ്യുന്നു. പൗരത്വ സമരത്തെയൊന്നും ഒട്ടും കവർ ചെയ്യാതെ അതിനെതിരെ നിലനിന്നിരുന്ന ഗോദി മീഡിയ ഇന്ന് ഈ സമരത്തെ കവർ ചെയ്യാനെങ്കിലും 1-2 മീഡിയകൾ വെച്ച് ബാക്കിയെല്ലാം സമരത്തിൻ്റെ ദൃശ്യങ്ങളും ആവശ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ മീഡിയകളുടെ പ്രവർത്തകർക്ക് നേരെ വിദ്യാർത്ഥികൾ കൂക്കി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കഴിഞ്ഞകാല നീക്കങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് അറിയാം എന്നതാണ്. അപ്പോൾ ഈ പ്രക്ഷോഭം രാജ്യത്തിൽ ഒരു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന പ്രക്ഷോഭമായി മാറും എന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ലോകത്തെല്ലായിടത്തും ഉള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ക്യാമ്പസുകളുടെ പ്രക്ഷോഭങ്ങളാണ് ശക്തി പറഞ്ഞത്. അന്ന് ആ കാലത്ത് ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു, പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞാൽ, കലാലയങ്ങൾ വിട്ടുകഴിഞ്ഞാൽ ഇരുണ്ട ഇന്ത്യയിലൂടെ പോകാൻ എന്ന് രാജ്യത്തെമ്പാടും ഉയർന്ന മുദ്രാവാക്യമുണ്ട്. സമാനമായി കലാലയങ്ങൾ കൂടുതൽ ശക്തിയായി വരുന്ന, കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കൂടുതൽ പ്രക്ഷോഭകാരികളായി മുന്നോട്ട് വരുന്ന, തങ്ങളുടെ കരിയർ പ്രതീക്ഷകളെ, സാധ്യതകളെ അടയ്ക്കുന്ന ഭരണകൂടത്തിനെതിരെ അതിശക്തമായ ജനാധിപത്യ മുന്നേറ്റമായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതിന് ഊർജ്ജം പകരാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട് എന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ പ്രതിപക്ഷവും സിവിൽ സൊസൈറ്റിയും ഒരുപോലെ ഇറങ്ങിയ, അപ്പോൾ പൗരത്വ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ കാര്യമായി സംഭാവന ഉണ്ടായിരുന്നില്ല, സിവിൽ പ്രക്ഷോഭം മാത്രമായിരുന്നു. കർഷക പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ സംഭാവന കാര്യമായി ഉണ്ടായില്ല, അതും ഒരു സിവിൽ പ്രക്ഷോഭമായിരുന്നു. പക്ഷേ CJP എന്ന പേരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെ തണലിൽ പ്രതിപക്ഷ പാർട്ടികൾ മറ്റൊരു പ്രക്ഷോഭത്തിൻ്റെ മുഖവും തുറന്നിട്ടുണ്ട് എന്നത് ഒരു വലിയ കാര്യമാണ്. ഇതൊരു രാജ്യത്തിൻ്റെ ഒരു മാറ്റത്തിനുള്ളൊരു മുന്നേറ്റമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.